ഈ വെനസ്വേലയിൽ ഈ എന്താണ് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ ആക്കിയിട്ടുണ്ട്. അതായത് ഒക്ടോബർ 1 മാറ്റിയിട്ടുണ്ട്. ഈ മധൂറോ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടായിരിക്കാം സാർ അവിടെ മാത്രം ഈ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ആക്കിയത്? വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ അത് ഒക്ടോബർ 1 നമ്മുടെ ക്രിസ്മസ് എന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. സാധാരണഗതിയിൽ ഏതൊരു ഏകാധിപതിയും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് ക്രിസ്മസ് അവധി ഒക്ടോബറിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ ജനശ്രദ്ധ തിരിക്കാനായിട്ടുള്ള പല സൂത്രപ്പണികൾ അവർ പ്രയോഗിക്കും. അങ്ങനൊരു സൂത്രപ്പണിയായിട്ടാണ്. കാരണം ഒക്ടോബറിൽ ക്രിസ്മസ് പിന്നെ ആഘോഷിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇങ്ങേരിപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്നത് ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് നടന്നു, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയിട്ടാണ് ഇയാൾ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്, മദൂറോ. അപ്പോൾ അതിൽ നിന്നുള്ള അതിനെ പറ്റിയിട്ടുള്ള ചർച്ച, പ്രക്ഷോഭം ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ആളുകൾ ക്രിസ്മസ് ആഘോഷിച്ച് കൂത്താടി നടന്നോട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് അതിലും വലിയ പുലിവാലാകുന്ന മട്ടാണിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വാരാന്ത്യ ടെലിവിഷൻ ഷോ എല്ലാ വാരാന്ത്യത്തിലും ഉണ്ട്. അതിൽ പറഞ്ഞു മദൂറോ, സെപ്റ്റംബറിൽ ഒരു ക്രിസ്മസ് മണക്കുന്നു, നിങ്ങളെ ആഹ്ലാദിപ്പിക്കാൻ, നിങ്ങൾക്ക് നന്ദി പറയാൻ ഒക്ടോബർ 1 ഇത്തവണ ക്രിസ്മസ് തുടങ്ങും. ക്രിസ്മസ് ഇതാ വന്നിരിക്കുന്നു. ശാന്തിയും ആഹ്ലാദവും സുരക്ഷയും ക്രിസ്മസ് പ്രദാനം ചെയ്യുന്നു. ക്രിസ്മസിനെ പറ്റി പല ആളുകളും പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സുരക്ഷ, സെക്യൂരിറ്റി അതുമായി ബന്ധിപ്പിച്ച് വരുന്നത് അത്ഭുതമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും എനിക്കെതിരെ പ്രവർത്തിച്ചാൽ നിങ്ങൾ പിടിച്ചും ജയിലിലിടുന്നുള്ള ഭീഷണിയാണ് ഈ ക്രിസ്മസ് ആശംസയിലുള്ളത്. സുരക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രക്ഷ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം എന്നുള്ളതായിരിക്കും. ഒരു കത്തോലിക്ക, റോമൻ കാത്തലിക് തൊഴിലാളി കുടുംബത്തിലാണ് മദൂറോ ജനിച്ചത്. ബസ് ഡ്രൈവറായിരുന്നു. ഹ്യൂഗോ ഷാവേസ് ഉണ്ടായിരുന്നല്ലോ, ഇവിടെ MA ബേബിയൊക്കെ പ്രകീർത്തിച്ചിരുന്ന വലിയ വിപ്ലവ നേതാവാണ് ഹ്യൂഗോ ഷാവേസ്. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മതിയല്ലോ മാർക്സിസ്റ്റ് ആകാൻ. അപ്പോൾ ഷാവേസിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു. 2000 അവിടുത്തെ നാഷണൽ അസംബ്ലി പാർലമെൻറ്റ് അംഗമായി. 2013 ഷാവേസ് മരിച്ചുപോയി. അപ്പോൾ 2012-13 മദൂറോ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാവേസ് മരിച്ചപ്പോൾ പ്രസിഡൻ്റായി. പ്രസിഡൻ്റ് ആയ ശേഷം ഇത് 3ാമത്തെ ഊഴാണ് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇങ്ങനെ അതിൽ ഈ ഏകാധിപതിയുടെ അംശം കൂടി വരികയായിരുന്നു ഈ പ്രസിഡൻ്റായിരിക്കുന്ന ഇത്രയും കാലം. അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ നിന്ന് തിരിക്കാനാണ് ക്രിസ്മസ് അങ്ങനെ ഡിസംബറിൽ നിന്ന് ഒക്ടോബർ നേരത്തെ ആക്കിയിരിക്കുന്നത്. അത് പണ്ടൊക്കെ ആരോ പറഞ്ഞ പോലെ ഇത്തവണ ഏതോ മാഷിനോടൊരു കുട്ടി പറഞ്ഞ പോലെ പറയാറുണ്ട്, ഇത്തവണ നമുക്ക് ഓഗസ്റ്റ് 15 ജൂണിൽ ആഘോഷിച്ചുകൂടെ എന്ന് ചോദിച്ച പോലെ അങ്ങനത്തെ പരിപാടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുമ്പ് പ്രസിഡന്റുമായിരുന്ന വെനസ്വേലയുടെ മുമ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന എഡ്മണ്ടോ ഗോൺസാലസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. ഈ വെനസ്വേല വലിയ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യ വാങ്ങിയിരുന്നു അവിടെ നിന്ന്. പക്ഷെ ഇന്ത്യക്ക് ഇപ്പോൾ എണ്ണ തരുന്നില്ല വെനസ്വേല. കാരണം ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഉപരോധം ഉണ്ടല്ലോ, ആ ഉപരോധം കാരണം വെനസ്വേല നമുക്ക് വിൽക്കുന്നില്ല. അവിടെ ഭരണവും പ്രതിപക്ഷവും ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നല്ലോ ജൂലൈയിൽ, അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വിജയം അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിറ്റ് പോളിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് എക്സിറ്റ് പോളിൽ ഈ ഗോൺസാലസ് വിജയിക്കുന്നു.
ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്നാണ് എക്സിറ്റ് പോളിൽ കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് 44%, 51% ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോളിലൊക്കെ കണ്ടിരുന്നത് ഗോൺസാലസിന് 67. അത് കഴിഞ്ഞിട്ട് ഇവർ നോക്കി, ബൂത്തുകളിലൊക്കെ ചെന്നിട്ട് ടാലി ചെയ്തൊക്കെ നോക്കി വോട്ടേഴ്സ് സ്ലിപ്പൊക്കെ. അപ്പോൾ അതിൽ കണ്ടത് 67% പ്രതിപക്ഷ നേതാവിനാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. ഈ മദൂറോയ്ക്ക് 30% താഴെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ തോറ്റതാണ്. അത് കഴിഞ്ഞ് അട്ടിമറി ചെയ്തതാണ്. അങ്ങനെയാണ് ഈ ടാലി ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങേരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ ഇപ്പം ഇങ്ങേരുടെ കൂടെ ഇല്ല. രാജ്യാന്തര തലത്തിൽ തന്നെ ഇയാളെ കൈവിട്ട മട്ടാണ്. കൊളംബിയ, ബ്രസീൽ, മെക്സിക്കോ ഇയാളുടെ കൂടെ നിന്നിരുന്നതാണ് എന്ത് വൃത്തികേടിനും. പക്ഷേ ഇപ്പം അവരും ഇയാളുടെ കൂടെ ഇല്ല, ജനങ്ങൾ തീരെയില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ, അവിടെ മുമ്പ് ഈ പട്ടാള ഭരണം സ്ഥാപിച്ച പട്ടാള ഏകാധിപതി മാർക്കോസ് പെരസ് ജിമനേവ്, അയാളുടെ ഭരണകാലവുമായി സാമ്യമുള്ളതാണ് ഇപ്പോൾ എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ഈ ജിമനേവ് 1957 ഡിസംബർ 15 അവിടെ പ്രസിഡൻ്റായത്. ഹിതപരിശോധന നടത്തി. അപ്പോൾ ഹിതപരിശോധന നടത്തിയിട്ട് ആർക്ക് വന്ന് ജനങ്ങൾക്ക് അയാളെ ജിമനേവിന് വേണ്ടായിരുന്നു, ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 39 ദിവസം അങ്ങനെ ഞാനായിരിക്കും പ്രസിഡന്റ്, ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നിന്ന് ഈ ജിമനേവ് 39 ദിവസത്തിന് ശേഷം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു ജനങ്ങളുടെ എതിർപ്പ് കാരണം. അങ്ങനെ ജിമനേവിന് പക്ഷേ ഇന്നത്തെ പോലെ പ്രക്ഷോഭം നേരിടേണ്ടി വന്നില്ല. ഇന്ന് അതിനേക്കാൾ കൂടുതൽ പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. അപ്പോൾ ആ ടാബുലേഷൻ പട്ടികകളൊക്കെ കൊണ്ടുപോവാ എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. 2013 ഇയാൾ പ്രസിഡൻ്റായ തെരഞ്ഞെടുപ്പും ഫ്രോഡ് പരിപാടികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് ഭക്ഷ്യക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. 43 പേര് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2017 നാഷണൽ അസംബ്ലി പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. പ്രതിപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടിയപ്പോഴാണ് പിരിച്ചുവിട്ടത്. ഓപ്പറേഷൻ തുൻ എന്ന് പറഞ്ഞൊരു സാധനം നടപ്പാക്കി മദൂറോ. തുൻ എന്ന് പറഞ്ഞാൽ നോക്ക്, വാതിലിൽ മുട്ടുക, മുട്ടിക്കൊണ്ടേ ഇങ്ങനെ പോലീസുകാർ പട്ടാളക്കാരൊക്കെ വന്ന വാതിലിൽ മുട്ടുക പ്രതിപക്ഷത്തിൻ്റെ. അതാണ് ഓപ്പറേഷൻ തുൻ എന്ന് പറഞ്ഞത്. കേരളത്തിലൊക്കെ ആണെങ്കിൽ വാതിലിൽ മുട്ടുന്നത് വേറെ ആളുകളാണെന്നാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് മരിയ മച്ചാഡോയുടെ വക്കീലിനെ ഈ മദൂറോ റാഞ്ചി കൊണ്ടുപോയതായിട്ട് അവർ മറിയോ പറഞ്ഞിട്ടുണ്ട്. അവർ എക്സിൽ അങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ പ്രതിപക്ഷ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എഡ്മണ്ട് ഗോൺസാലോ ഉറൂഷ്യ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 65% വോട്ട് അയാൾക്കായിരുന്നു എന്ന്. അപ്പോൾ അയാളെ ജയിലിലായതുകൊണ്ട് അയാളുടെ വായടച്ചു. അപ്പോൾ അയാളാണ് ജയിച്ചത് എന്നുള്ളത് ജനത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് വലിയ പ്രക്ഷോഭം അവിടെ കത്തിപ്പടരുന്നത് കൊണ്ടാണ് അവിടുത്തുകാർക്ക് ഒക്ടോബറിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു അപൂർവ സൗഭാഗ്യം കിട്ടിയിരിക്കുന്നത്. സാർ, അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ കേരളത്തിലുള്ള നമ്മുടെ വിപ്ലവ നേതാക്കന്മാരെല്ലാം തന്നെ ഈ വലിയ തോതിൽ ആഹ്ലാദിച്ചൊരു നിമിഷമായിരുന്നു മധൂറോ അധികാരത്തിൽ വന്ന സമയത്ത്. ഷാവേസിനെ വല്ലാതെ പുകഴ്ത്തി. അതിനുശേഷം ഇതാ ഞങ്ങളുടെ വിപ്ലവ നേതാവ് അധികാരത്തിൽ വന്നിരിക്കുന്നു, സോഷ്യലിസമാണ് അവിടെ നടപ്പിലാക്കുന്നത്, നിങ്ങൾ കണ്ടുപിടിക്കൂ, ലോകത്തെ തന്നെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ശക്തിപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു ഇവർ പറയുന്ന വിപ്ലവം എന്ന് തോന്നിപ്പോവുകയാണ് സാർ. എന്താണ് സാറിൻ്റെ ഒരു ഡിസംബറിൽ നിന്ന് ഒക്ടോബർ 1 ക്രിസ്മസ് മാറ്റുന്നതും വിപ്ലവം തന്നെ. അതെ, അതൊരു വിപ്ലവമാണ്. മാത്രമല്ല മദൂറോയുടെ ഈ മാതൃകയിൽ ഇപ്പോൾ പിണറായി വിജയൻ ഇവിടെ ക്രിസ്മസ് ഒക്ടോബർ 1 ആയിരിക്കും. പാർട്ടിയിലുള്ള ആഭ്യന്തര കലഹം കാരണം അദ്ദേഹത്തിനും പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പം അദ്ദേഹം ഇന്ത്യയുടെയൊക്കെ ഭരണാധികാരിയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതിൻ്റെ അകത്ത് ആകെയുള്ളത് മാർപ്പാപ്പ ഇക്കാര്യത്തിൽ എന്ത് പറയും എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെന്ത് പറയും എന്നുള്ളതല്ല. കത്തോലിക്ക സഭയിലുള്ള ആളാണ് മദൂറോ.
പിന്നെ പള്ളിക്കെതിരായിരിക്കുമല്ലോ അതെ അതെ കമ്മ്യൂണിസ്റ്റുകൾ. അതെ അതെ കേരളത്തിലാണ് പള്ളിയുടെ വോട്ട് വേണം, മറ്റേ മോസ്കിൻ്റെ വോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മാറി ചിന്തിക്കുന്നത്. അവിടെ അതിൻ്റെ ആവശ്യമില്ല. പള്ളിയൊക്കെ പുല്ലാണ് അവിടെ. പക്ഷെ മാർപ്പാപ്പയ്ക്ക് പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നതാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ. അതെ 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 അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊരു അഭിപ്രായം അതെ പറയാവുന്നതാണ്. തീർച്ചയായിട്ടും.